ഗുഡ് മോർണിംഗ്. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊടുത്തുവിട്ട താരിഫ് യുദ്ധം ആഗോള വിപണികളെ പിടിച്ചുലയ്ക്കുകയാണ്. ലോകരാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ റെസിപ്രോക്കൽ താരിഫ് എഫക്ട് കത്തിപ്പടരുമ്പോൾ ആഭ്യന്തര വിപണിയിലും കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച നിഫ്റ്റി 23,000-ന് താഴെ എത്തി. സെൻസെക്സിൽ 1000 പോയിന്റോളം വീഴ്ചയും രേഖപ്പെടുത്തി. മാറിമറിയുന്ന താരിഫ് നയങ്ങളിൽ ചുട്ടുപൊള്ളുന്ന വിപണികളിൽ നിക്ഷേപ സമ്പത്തിൽ നിന്ന് ചോർന്നുപോയത് കോടികളുടെ മൂല്യമാണ്. രാജ്യത്തെ ഫാർമ മേഖലയിലെ കയറ്റുമതിയിൽ 30% വിഹിതമാണ് യുഎസിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി പ്രതീക്ഷിച്ചിരുന്ന മേഖലയെക്കുറിച്ച് തുടക്കഘട്ടത്തിൽ താരിഫ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാത്തത് ഫാർമ കമ്പനികളിലെ റാലിക്ക് കാരണമായി. എന്നാൽ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത താരിഫുകൾ ഫാർമ സെക്ടറിൽ ഉണ്ടാകുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ആഴ്ചയിലെ അവസാന ദിനം ഫാർമ മേഖലയുടെ നടുവൊടിച്ചു. വീക്കിലി പെർഫോമൻസിൽ 2.73% ഇടിവിലേക്ക് സൂചിക നീങ്ങുന്നതിലേക്കും നയിച്ചു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ നിഫ്റ്റി 2.5% വീണപ്പോൾ ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. സൂചികകളിൽ ഏറ്റവും അധികം തകർച്ച നേരിട്ടത് IT സൂചികയാണ്. 9.15% ഇടിവ്. മെറ്റൽ മേഖലയിലെ ആഘാതം 7.46%, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക 4% ഇടിഞ്ഞു. 3.32% ഇടിഞ്ഞ് റിയൽറ്റി മേഖലയും സെക്ടറൽ സൂചികകളിൽ ചുവപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം വീക്കിലി പെർഫോമൻസിൽ മീഡിയ, FMCG, PSU, ബാങ്ക് സൂചികകൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. താരിഫ് നയപ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള സൂചികകൾ കനത്ത വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിട്ടത്. 100-ലധികം രാജ്യങ്ങൾക്ക് മേലാണ് ട്രംപ് ഏപ്രിൽ 2-ന് താരിഫ് ഏർപ്പെടുത്തിയത്. 10% മുതൽ 49% വരെയാണ് ട്രംപിന്റെ താരിഫ് നിരക്കുകൾ. ഒരു വ്യാപാര യുദ്ധത്തിലേക്കാണ് ട്രംപിന്റെ നയങ്ങൾ വാതിൽ തുറന്നിരിക്കുന്നത്. പിന്നാലെ ചൈന 34% നികുതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയതടക്കം പല രാജ്യങ്ങളും ഈ നടപടിക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. ഇതോടെ ആഗോളതലത്തിൽ മാന്ദ്യഭീതി കനക്കുകയാണ്. ചുരുക്കത്തിൽ ആഗോള വിപണികളുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ ട്രംപിന് സാധിച്ചു എന്ന് തന്നെ പറയാം. കോവിഡിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ഇടിവിനായിരുന്നു പോയ വാരം അമേരിക്കൻ സൂചികകൾ സാക്ഷ്യം വഹിച്ചത്. ഡൗ ജോൺസിൽ മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3200-ലധികം പോയിന്റിന്റെ ഇടിവാണ് കണ്ടത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് സൂചിക 7.86% നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ നാസ്ഡക് 100 സൂചിക 9.77% അതിശക്തമായ വിൽപ്പനാ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയത്. S&P 500 ആകട്ടെ 9.08% ഇടിവും നേരിട്ടു. ഏപ്രിൽ 2-ാം വാരത്തിൽ അമേരിക്കൻ വിപണികളെ കാത്തിരിക്കുന്നത് CPI ഡാറ്റകളാണ്. ട്രംപിന്റെ താരിഫ് നടപടികൾ എത്രത്തോളം പണപ്പെരുപ്പത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വിപണികൾ ഉറ്റുനോക്കും. ഏപ്രിൽ 10-നാണ് യുഎസിന്റെ CPI കോർ CPI കണക്കുകൾ എത്തുന്നത്. മാർച്ച് മാസത്തെ കണക്കുകളാണ് വരുന്നത്. അന്നേ ദിവസം തന്നെ പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റകളും വരുന്നുണ്ട്. തുടർന്ന് ഏപ്രിൽ 11-ന് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് അഥവാ PPI കണക്കുകളും എത്തും. ഉൽപാദകരുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലേഷനെ വിലയിരുത്താൻ PPI കണക്കുകൾ നിക്ഷേപകരെ സഹായിക്കും. ഉയർന്ന PPI കണക്കുകളാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സാധനങ്ങളുടെ വില കൂട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. 0.1% PPI വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാറിവരുന്ന ആഗോള ട്രേഡ് ഇക്വേഷൻ യൂറോപ്യൻ സൂചികകളുടെയും നടുവൊടിച്ചു. യുഎസിന്റെ പ്രഖ്യാപനങ്ങളും പിന്നാലെയുള്ള ചൈനയുടെ പ്രഖ്യാപനങ്ങളും ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ വഴിതെളിച്ചിരിക്കുന്നത്. ഈ ആശങ്ക യൂറോപ്പിലേക്കും പടർന്നു. ചുവപ്പിൽ മുങ്ങിയ യൂറോപ്യൻ സൂചികകളെയായിരുന്നു പോയ വാരം കണ്ടത്. ഫോർട്സെ 100 7.48% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ CAC 40 8.75% നഷ്ടത്തിലേക്കാണ് പോയത്. ഡാക്സ് സൂചികയും 8.1% നഷ്ടം റിപ്പോർട്ട് ചെയ്താണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏപ്രിൽ 11-ന് വരുന്ന ബ്രിട്ടന്റെ GDP കണക്കുകളായിരിക്കും അടുത്തയാഴ്ച പ്രധാനമായും യൂറോപ്യൻ നിക്ഷേപകർ ഉറ്റുനോക്കുക. ഫെബ്രുവരിയിലെ GDP ഡാറ്റകളാണ് വരുന്നത്. നെഗറ്റീവ് വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് അന്നേ ദിവസം തന്നെ വരുന്ന ജർമ്മനിയുടെ CPI ഡേറ്റകളും വിപണി ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിലേക്ക് ചൈനയും യുഎസും നീങ്ങിയതോടെ ഏഷ്യൻ സൂചികകളും ചുവപ്പിലാണ് അവസാനിച്ചത്. നികെ 225 9% പ്രതിവാര നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ SZSE കോമ്പോണന്റ് 2.28% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഏപ്രിൽ 9 വരുന്ന ചൈനയുടെ CPI, PPI ഡേറ്റകളാണ് അടുത്ത വാരം പ്രധാനമായും ഏഷ്യൻ വിപണികൾ കാത്തിരിക്കുന്നത്. കൺസ്യൂമേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഭാഗത്തു നിന്നുള്ള പണപ്പെരുപ്പ കണക്കുകൾ ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച ഏകദേശ ധാരണ നിക്ഷേപകർക്ക് നൽകും. അടുത്തയാഴ്ച ഡാറ്റകളെക്കാൾ ഉപരി താരിഫുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ തീരുമാനങ്ങളും ട്രേഡ് ഇക്വേഷൻസുമായിരിക്കും ആഗോള വിപണികളുടെ ഗതിയെ നിർണ്ണയിക്കുക. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം ഒരു ഇടിവാണ് കണ്ടത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 9.1% ഇടിവിൽ ബാരലിന് $65.6 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 9.7% ഇടിവിൽ ബാരലിന് $61.91 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പരസ്പര താരിഫുകൾ ആഗോള സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടിയതോടെ എണ്ണവില ഇടിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $64.14 തുടർന്ന് $62.76 അപ്സൈഡിലേക്ക് വരുമ്പോൾ $66.81 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $68.1 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $60.56 ഉള്ളത്. തുടർന്ന് $59.19 $57.88 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $63.24 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $64.55 തുടർന്ന് $65.92 ലെവലുകളിലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യപ്പെടും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 1.52% ഇടിവിൽ ട്രോയ് ഔൺസിന് $3037.3 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഗ്രീൻബാക്കിന്റെ തിരിച്ചുവരവ് കൂടുതൽ ആക്കം കൂട്ടുകയും US ആദായം പിൻവലിക്കൽ കൂടുതൽ ശക്തമാകുകയും ചെയ്യുന്നതിനാൽ സ്വർണ്ണവില ഇടിയുന്നതാണ് കണ്ടത്. ട്രോയ് ഔൺസിന് $3000 ക്രമാനുഗതമായി അടുക്കുന്നുണ്ട് സ്വർണ്ണവില. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $2995.2 തുടർന്ന് $2959.12 $3089.51 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കുമ്പോൾ $3147.74 എന്ന ലെവലിലാണ് അടുത്ത റെസിസ്റ്റൻസ് ഉള്ളത്. ഇന്ത്യൻ രൂപയിലേക്ക് വന്നാൽ പ്രതിവാരാടിസ്ഥാനത്തിൽ നേരിയ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. വാരാന്ത്യത്തിൽ 0.04% നേട്ടത്തിൽ 85.48 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. 85.63 എന്ന നിലയിലാണ് വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 86.03 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യും. മറുവശത്ത് 85.02 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. 84.81 എന്ന ലെവലായിരിക്കും അടുത്ത ഒരു റെസിസ്റ്റൻസ് മേഖലയായിട്ട് ആക്ട് ചെയ്യപ്പെടുക. 4 ദിവസം മാത്രമുണ്ടായിരുന്ന ആഭ്യന്തര വിപണിയുടെ വ്യാപാരത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത്. FIIകൾ 13,730.49 കോടിയുടെ വിൽപ്പന നടത്തിയപ്പോൾ DIIകൾ 5,632.56 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. മാർച്ചിൽ മാത്രം 37,585.68 കോടിയുടെ നിക്ഷേപമാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. FIIകൾ 2014.18 കോടിയുടെ നിക്ഷേപവും കഴിഞ്ഞ മാസം രേഖപ്പെടുത്തി. ഓട്ടോ സെയിൽസ് കണക്കുകൾ തന്നെയായിരുന്നു പോയ വാരം എത്തിയ ആദ്യ ഡേറ്റ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ്, TVS തുടങ്ങിയ കമ്പനികൾ മാർച്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ടാറ്റയുടെയും മാരുതിയുടെയും വിൽപ്പന സമ്മർദ്ദത്തിലായി. മാർച്ചിൽ ടാറ്റ മോട്ടോഴ്സ് വിൽപ്പനയിൽ നേരിയ വളർച്ച രേഖപ്പെടുത്തി. അതേസമയം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ശക്തമായ പ്രതിമാസ വിൽപ്പനയും നടത്തി. മാരുതി സുസുക്കിയുടെയും മൊത്ത വിൽപ്പനയിൽ നേരിയ വളർച്ചയായിരുന്നു കണ്ടത്. റോയൽ എൻഫീൽഡിന്റെ നിർമ്മാതാക്കളായ എയ്ജർ മോട്ടോഴ്സ് മാർച്ചിൽ 1 ലക്ഷം മോട്ടോർ സൈക്കിളുകളുടെ വിൽപ്പന രേഖപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 34% വർധനവായിരുന്നു രേഖപ്പെടുത്തിയത്. ഏപ്രിൽ 2-നെത്തിയ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകളായിരുന്നു പോയ വാരം എത്തിയ പ്രധാന ഡേറ്റ. ഫെബ്രുവരിയിലെ 56.3 നിന്നും 57.6 റിപ്പോർട്ട് ചെയ്യുമെന്നായിരുന്നു അനുമാനങ്ങൾ. എന്നാൽ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയുടെ PMI കഴിഞ്ഞ 8 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 58.1 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്നു വരുന്ന ആഭ്യന്തര ആവശ്യകതയാണ് വളർച്ചയ്ക്ക് കാരണമായത്. 2024 ജൂലൈക്ക് ശേഷം പുതിയ ഓർഡറുകളും ഉൽപാദനവും അതിവേഗം ഉയർന്നു വരികയാണെന്നും റിപ്പോർട്ട് കാണിക്കുന്നു. ഏപ്രിൽ 3-ന് M3 മണി സപ്ലൈ കണക്കുകളും എത്തി.
മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മണി സപ്ലൈ 9.6% തന്നെ തുടർന്നു. ഏപ്രിൽ 4-ന് S&P ഗ്ലോബൽ സർവീസസ് PMI ഡാറ്റയും റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര വിൽപ്പന കുറഞ്ഞതിനെ തുടർന്ന് മാർച്ചിൽ ഇന്ത്യയുടെ സേവന മേഖലയിലെ വളർച്ച മന്ദഗതിയിലായിരുന്നു. അമേരിക്കയുടെ താരിഫ് നയങ്ങൾ മൂലമുണ്ടായ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ചാഞ്ചാട്ടങ്ങൾ കാരണം മാർച്ചിലെ സർവീസ് PMI 7 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 58.5 റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ മാസം ഇത് 59 ആയിരുന്നു. വരുന്ന വാരം വിപണിയെ കാത്തിരിക്കുന്നത് RBI MPC യോഗമാണ്. ഏപ്രിൽ 9-ന് നടക്കുന്ന മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR തുടങ്ങിയവയെ പറ്റി ചർച്ചകൾ നടക്കും. ഫെബ്രുവരിയിൽ റിപ്പോർട്ട് ചെയ്ത 6.25% നിന്ന് പലിശ നിരക്ക് 6% എത്തുമെന്നാണ് അനുമാനങ്ങൾ. മോണിറ്ററി പോളിസി കമ്മിറ്റി ഫെബ്രുവരിയിൽ റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ച് 6.25% ആക്കിയിരുന്നു. 5 വർഷത്തിനിടയിലെ ആദ്യ റേറ്റ് കട്ടായിരുന്നു അത്. സാമ്പത്തിക വിദഗ്ധരുടെ അനുമാനങ്ങൾ അനുസരിച്ച് നടക്കാനിരിക്കുന്ന പോളിസി മീറ്റിംഗിൽ RBI വീണ്ടും 25 ബേസിസ് പോയിന്റിന്റെ നിരക്ക് കുറയ്ക്കൽ സാധ്യതയാണ് തെളിയുന്നത്. ഇതിനു പിന്നാലെ ഏപ്രിൽ 11-ന് CPI കണക്കുകളും എത്തും. ഫെബ്രുവരിയിൽ CPI 7 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3.61% കുറഞ്ഞിരുന്നു. അന്നേ ദിവസം തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഡാറ്റയും എത്തുന്നുണ്ട്. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ഏപ്രിൽ 11-ന് റിപ്പോർട്ട് ചെയ്യും. മാർച്ച് 28-ന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $6.6 ബില്യൺ ഉയർന്ന 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയായ $665.4 ബില്യൺ. രൂപയുടെ മൂല്യ തകർച്ച തടയുന്നതിനായി RBI നടത്തിയ ഫോറക്സ് മാർക്കറ്റ് ഇടപെടലുകളും പുനർമൂല്യനിർണയവും കാരണം ഇടിവിലായിരുന്ന കരുതൽ ശേഖരത്തിൽ തുടർച്ചയായ 4-ാം ആഴ്ചയാണ് വർധനവ് രേഖപ്പെടുത്തുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 2 ട്രേഡിംഗ് സെഷനുകൾ നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും വൻതോതിലുള്ള സെൽ ഓഫ് ആയിരുന്നു വെള്ളിയാഴ്ച നിക്ഷേപകർ നേരിട്ടത്. പ്രതീക്ഷിച്ചതിലും ഉയർന്ന US താരിഫുകളും US-നെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന ഭയവുമാണ് ഈ സെൽ ഓഫ് ഉണ്ടാകാൻ കാരണം. അതോടൊപ്പം ഇന്ത്യ വിക്സിൽ അത്ര കാര്യമായ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നിലവിൽ ഒരു പാനിക് സെല്ലിംഗ് ആണ് വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദഗ്ധർ പറയുന്നത് ടെക്നിക്കൽ പെർസ്പെക്റ്റീവിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു നെഗറ്റീവ് ബയസോടെയാണ് നിലനിൽക്കുന്നത് എന്നാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനുകളിൽ സൂചിക 0.236, 0.382, 0.5 എന്നീ ഫിബനാച്ചി ലെവലുകൾക്ക് താഴെ നീങ്ങിയതും സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് ഇതിന് കാരണമായി പറയുന്നത്. HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത് മാർക്കറ്റിൽ ഇപ്പോഴൊരു സെല്ലിംഗ് മൊമെന്റം ഉണ്ടാകുന്നു എന്നാണ്. 23,800 എന്ന ലെവലിൽ ഡബിൾ ടോപ്പ് പാറ്റേൺ ഫോർമേഷനും വീക്ക്ലി ബേസിസിൽ കഴിഞ്ഞ 3 ആഴ്ചകളിലെ ക്യാൻഡലുകളിൽ നെഗറ്റീവ് റിവേഴ്സൽ പാറ്റേണുമാണ് കാണുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതുകൊണ്ട് വരും ട്രേഡിംഗ് സെഷനുകളിൽ ഷോർട്ട് ടേം ട്രെൻഡ് വീക്ക് ആയിരിക്കുമെന്നും കറക്ഷന്റെ ആഘാതം കൂടാൻ സാധ്യതയുണ്ടെന്നും നാഗരാജ് ഷെട്ടി വിശ്വസിക്കുന്നു. അതുകൊണ്ട് 22,800, 22,700, 22,377 എന്ന ലെവലുകൾ സപ്പോർട്ടായും 23,150 മുതൽ 23,350 എന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റ് നിലവിൽ വളരെ സ്ട്രോങ് ആയ സെല്ലിംഗ് പ്രഷർ നേരിടുന്നു എന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത്. നിഫ്റ്റി 50 റീസെന്റ് ഹൈ ആയ 23,870 എത്തിയതിനു ശേഷം വെറും 8 സെഷനുകളിൽ ഏകദേശം 1000 പോയിന്റിന്റെ ഇടിവുണ്ടായി എന്നും അവർ പറയുന്നു. ഇതിനോടൊപ്പം സൂചിക ഷോർട്ട് ആൻഡ് ലോങ് മൂവിംഗ് ആവറേജുകളുടെ താഴെ നീങ്ങുന്നതും ബുൾസിന്റെ സ്ട്രെങ്ത് വീക്ക് ആകുന്നതിന്റെ സൂചനയാണെന്നും അവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ 22,700 മുതൽ 22,670 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലും 23,100 മുതൽ 23,120 റെസിസ്റ്റൻസ് ലെവലായി പരിഗണിക്കാമെന്നും അനലിസ്റ്റുമാർ കൂട്ടിച്ചേർത്തു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്ത ശേഷം കൺസോളിഡേറ്റ് ചെയ്യുകയാണ് എന്നാണ് ലക്ഷ്മി ശ്രീ ഇൻവെസ്റ്റ്മെന്റിലെ റിസർച്ച് ഹെഡായ അൻഷുൽ ജെയിൻ പറയുന്നത്. കൂടാതെ ഡെയിലി ബേസിസിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിലും ബാങ്ക് നിഫ്റ്റിയെ ഔട്ട് പെർഫോം ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 51,400 മുതൽ 51,350 സൂചികയുടെ സ്ട്രോങ് സപ്പോർട്ടാണെന്നും റെസിസ്റ്റൻസ് 51,750 ആയി പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വരുന്ന വാരത്തിൽ കോർപ്പറേറ്റ് ഏർണിംഗ് നമ്പേഴ്സും MPC മീറ്റിംഗുമാണ് നിർണായകമാകുന്നത്. കൂടാതെ മഹാവീർ ജയന്തി പ്രമാണിച്ച് ഏപ്രിൽ 10 ആഭ്യന്തര വിപണിക്ക് അവധിയായിരിക്കും. അതുകൊണ്ട് തന്നെ 4 ട്രേഡിംഗ് ദിനങ്ങളുള്ള ആഴ്ചയിലേക്കാണ് വിപണി കടക്കുന്നത്. അതേസമയം വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് വിദഗ്ധർ നൽകുമ്പോൾ
വിപണിയിൽ നിക്ഷേപകർ ജാഗ്രതാ സമീപനം തുടരേണ്ടതും അനിവാര്യമാണ്. ഒരു വെയിറ്റ് ആൻഡ് വാച്ച് സമീപനം തുടരുന്നതാണ് നല്ലത്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.